ഹൃദയത്തിൽ തീ കത്തിക്കുക. ഫയർ ഇൻസൈഡ് യുവർ ഹാർട്ട്. നമ്മൾ ഹൃദയത്തിൽ തീ കത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കർത്താവിൻ്റെയൊക്കെ പടം, മാതാവിൻ്റെയൊക്കെ പടം കാണുമ്പോൾ ഇങ്ങനെ ഹൃദയത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തീ കത്തിക്കുന്നതായിട്ട്, തീ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിലുണ്ട്. ജെറമയ പ്രവാചകൻ 20:9. ഈ ജെറമയ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ഒരു ലമെൻറ്റിങ്, അതായത് കരയുന്ന ഒരു പ്രവാചകനായിട്ടാണ് ജെറമയയെ ദൈവം തമ്പുരാൻ നേരത്തെ ശിശുവായിരുന്നപ്പോഴേ വിളിച്ചു മാറ്റി ദൈവത്തിന് വേണ്ടി മാറ്റിയ ഒരു വ്യക്തിയാണ്, ഒരു പ്രവാചകനാണ്. പക്ഷേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ വേദപുസ്തകത്തിലെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഒരു സങ്കടം, അതായത് ദൈവത്തിൻ്റെ സങ്കടം വിളിച്ചു പറയുന്ന ഒരു പ്രവാചകനായിട്ടാണ് കാണുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ കേൾക്കാൻ ആളുകൾ അധികം പേരില്ല. അതിനാൽ ജെറമയ പ്രവാചകനെ എല്ലാവർക്കും ഇഷ്ടമല്ലായിരുന്നു. ആ കാലത്ത് പ്രത്യേകിച്ച് പല പ്രാവശ്യം അദ്ദേഹത്തിനെ കൊണ്ടുപോയി തടങ്കലിലാക്കുകയും വലിയ കിണറുണ്ട്, ഈ താഴമേറിയ കിണറിനകത്തോട്ട് ഇറക്കി അവിടെ കൊണ്ട് താമസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇദ്ദേഹം വചനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്യമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ജെറമയ 20:9 വാക്യം. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാലോ അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ടു എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു തളർന്നു, എനിക്ക് വഹിയാതെയായി എന്നാണ് ഈശോ പറയുന്നത്. His word is like this word is in my heart like a fire shut up in my bones. I am weary of holding it as indeed I cannot. അതായത് ഈ തീയെ ദൈവം എൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നതാണ്. ഈ തീ എൻ്റെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ഇത് കെടാൻ സമ്മതിക്കത്തില്ല ദൈവം. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ തീയാണ്. ഈ തീ കത്തിക്കൊണ്ടേ ഇരുന്നുകൊണ്ടിരിക്കുകയെങ്കിൽ പോകുന്നിടത്തെല്ലാം ഇത് തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയുന്നില്ല. നമ്മൾ സ്വർഗത്തിൽ കയറി ചെന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മരിക്കുന്നതിന് അല്പം മുമ്പ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ള പലരും തിരിച്ചു വന്നിട്ട് ഭൂമിയിൽ സ്വർഗത്തിലെ കാര്യം പറയുന്ന ബുക്കുകൾ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും എഴുതാറുള്ള ഒരു കാര്യമാണ്, അവർ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പം വിശുദ്ധന്മാരുടെ പ്രാർത്ഥന തീനാളം പോലെ സ്വർഗത്തിലോട്ട് വരുന്നതായിട്ട്. ശരിയല്ലേ? അത് വെളിപ്പാടിനകത്ത് എഴുതിയിട്ടുണ്ട്. വെളിപ്പാടിനകത്ത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അവരുടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപകലശത്തിൽ വന്ന് വീഴുകയാണ്. എങ്ങനെയാണ് അത് വെളിപ്പാടിനകത്ത് 5 നമുക്കൊന്ന് വായിക്കാം ഭാഗ്യം. വളരെ ദൈവം നമ്മൾ അയക്കുന്ന വാക്യങ്ങൾ, നമ്മൾ പറയുന്ന വാക്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന പ്രാർത്ഥനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമെന്ന് എനിക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ നമ്മുടെ ഏക ജോലി തീ കത്തിക്കൊണ്ടിരുന്നിട്ട് തീയുടെ വചനം വിളിച്ചു പറയുക. പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പറയും, ഞങ്ങളുടെ ഈ പ്രേ ഗ്രൂപ്പിനകത്തും മിനിസ്ട്രി ചെയ്യാനായിട്ട് ഓരോ ഭവനങ്ങൾ വളരെ കുറച്ച് വേണമെങ്കിലേ പോകാറുള്ളൂ. പോകുന്നിടത്തെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലെ തീയുടെ ശുശ്രൂഷയാണ് ദൈവം ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ വചനം പറയുമ്പോഴും പലപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും തീയുടെ ശുശ്രൂഷയാണ് ദൈവം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഇത് വചനത്തിനകത്ത് തീയുണ്ട്. വചനവും പരിശുദ്ധാത്മാവും കൂടെ ചേരുമ്പോൾ ഇഗ്നൈറ്റ് ചെയ്യും, അത് തീ കത്തും. അതായത് നമ്മൾ ഈ പെട്രോളിൻ്റെ അടുക്കൽ പെട്രോളിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഒരല്പ തീ അതിൻ്റെ അടുക്കൽ കൂടെ കൊണ്ടുപോയാൽ മതി, അത് കത്തുക തന്നെയല്ല, അതിൻ്റെ ചുറ്റുപാടുമുള്ളത് കത്തും. അതുപോലെ ഒരു സവിശേഷതയാണ് പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ. അതിനകത്ത് ഈ 5-ാം അധ്യായം വെളിപ്പാടിനകത്ത് എഴുതിയിരിക്കുന്നതിന് അവൻ വന്നു, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. യേശു ക്രിസ്തുവാണ്. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ നിന്നു. എങ്ങനെയാണ് നിൽക്കുന്നത്? നമ്മൾ ഇവിടുന്ന് അയക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിൽ ധൂപവർഗം നിറഞ്ഞ പൊൻകലശത്തിനകത്ത് ചെന്ന് വീഴുകയാണ്. അവിടെ അത് തീ കത്തുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് അയക്കുന്ന പ്രാർത്ഥനകൾ ചെറുതോ വലുതോ ആണെങ്കിലും സ്വർഗത്തിൽ അത് തീ പോലെ കടന്നു ചെല്ലുകയാണ്. അത് നിങ്ങൾ കാണണം. നമ്മൾ വിചാരിക്കുകയോ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ ദൈവം, എൻ്റെ പ്രാർത്ഥന, അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട. ഇവിടുന്ന് ഒരയച്ച പ്രാർത്ഥന പരിശുദ്ധാത്മാവിലാണ് അയച്ചത് എങ്കിൽ അത് സ്വർഗത്തിലെ ധൂപകലശ
കലശത്തിനകത്ത്, ആ പൊൻകലത്തിനകത്ത് ചെന്ന് വീഴിട്ട് അവിടുന്ന് അത് ശുദ്ധീകരിച്ച് അതിനൊരു ഉത്തരം അയച്ചു തരുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ജെറമയ പറയുന്നത്, എനിക്കിത് അത് മനുഷ്യൻ്റെ അല്ലെ മനുഷ്യൻ്റെ അവഗണന അല്ലെ ഇദ്ദേഹത്തെ ഈ ജെറമയെ ഉപദ്രവിക്കുന്നത് സഹിക്കാൻ വയ്യ. ഇപ്പം ജെറമയ പറയാണ്, ഞാൻ ഇനി നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഞാൻ നിന്നെക്കുറിച്ച് പറയാനും പോകുന്നില്ല, എന്നാൽ പോലും എൻ്റെ ഉള്ളിൽ നീ തീയിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതാണ് യഥാർത്ഥ സുവിശേഷകൻ്റെ ഒരു ലക്ഷണം. ആരെങ്കിലും പൈസ തന്നുകൊണ്ടോ ആരെങ്കിലും സ്നേഹം കാണിച്ചുകൊണ്ടോ അല്ല, ഞാൻ ഇതിനു വേണ്ടി തീ കത്തുന്ന വ്യക്തിയാണെന്ന് പറയുന്നവരുടെ ആ വചനത്തിന് സ്വർഗത്തിൽ വലിയ വിലയുണ്ട്. നമ്മൾ ഇവിടുന്ന് തിരുവല്ലായിൽ നിന്ന് ഞങ്ങൾ തമിഴ്നാട്ടിലോട്ട് പോകുമ്പം ഏകദേശം കൊട്ടാരക്കര കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പം ഒരു മനുഷ്യൻ റോഡ് സൈഡിൽ നിന്ന് മുഴുവൻ നേരം, ഒരു പ്രാന്തനെ പോലെ അയാളെ കണ്ടാൽ മുഴുവൻ നേരവും വചനം പറഞ്ഞുകൊണ്ട് അലച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നിർത്തി വെച്ച് ചോദിച്ചു അയാളോട്, നീ എന്തോന്ന് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിവിടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, രാവിലെ ഞാൻ വരും, ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്തെ ഞാൻ ഓടിപ്പോയി തിരിച്ചു പോയി ഭക്ഷണം കഴിച്ചു വീണ്ടും വന്നു. ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ വായുമണ്ഡലത്തിൽ ആ മനുഷ്യൻ ചെയ്യുന്നത് വലിയ ശുശ്രൂഷയാണ്. അതാണ് പറയുന്നത് ജൂറിസ്ട്രിക്ഷൻ ഓഫ് ദി ടെറിട്ടറി. ആ സ്ഥലത്ത് ആരും പ്രാർത്ഥിക്കാനില്ലാത്തതിനാൽ ദൈവം ഒരു പ്രാന്തനെ കൊണ്ട് അയാളെ കൊണ്ട് വചനം പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടപ്പം അസാധ്യമായ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഒന്നുമില്ല. കർത്താവ് പറയുന്നത് ജെറമയായ്ക്ക് ബാക്കി ഭാഗത്ത് 20:11 പറയുന്നത്, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എൻ്റെ കൂടെയുണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല, അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായാൽ ഏറ്റവും ലജ്ജിച്ചു പോകും, ഒരിക്കലും മറന്നുപോകാത്ത നിത്യ ലജ്ജയോട് തന്നെ. ദൈവത്തിൻ്റെ വചനത്തോട് മറുത്ത് നിൽക്കുന്നവനെ ദൈവം ശിക്ഷിക്കും. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പം, കർത്താവേ നിൻ്റെ തീയാണ് എന്നിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്, ആ തീ ചെന്ന് കൊള്ളൻ്റെ അടുത്ത് കൊണ്ടിട്ട് അനേക മക്കളിലെ രക്ഷയുടെ ആത്മാവിനെ, തീഷ്ണതയുടെ ആത്മാവിനെ ഇട്ടുകൊടുത്ത് നമ്മൾ പറയും ചിലപ്പോൾ ചിലർക്ക് വചനം പറയാനുള്ള കൃപയില്ലായിരിക്കും, പക്ഷെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് കൊടുക്കാം, ഒരു വസ്ത്രം ഒരാൾക്ക് കൊടുക്കുമ്പം പ്രാർത്ഥിച്ചിട്ട് കൊടുക്കാം, നമ്മൾ പോകുന്നിടത്ത് നമ്മുടെ മുഖത്ത് ദൈവ തേജസ് വേണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ ചെയ്യുന്നതിൽ കൂടുതൽ പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യാം. കാരണം അന്ന് യേശു യെരുശലേമിലും ജുഡിയ, ജെറുസലേം, സമേറിയ ഇങ്ങനെ ഇത്ര ഭാഗത്തൊക്കെ മാത്രമേ യേശു ക്രിസ്തു യാത്ര ചെയ്തുള്ളൂ. ഇന്ന് നമുക്ക് ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് 24 മണിക്കൂർ നമ്മൾ അമേരിക്ക ചെന്നിരിക്കും. അങ്ങനെ അവിടെ പോയിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ചെല്ലാനും ഏത് ഭാഗത്തും ഇതൊന്നും വേണ്ട, ടെലിഫോൺ എടുത്ത് വെച്ചാൽ എന്തുമാത്രം ആത്മാവിനെ നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീ കത്തുന്നവരായി മാറുക. എന്നിലൊരു തീ ഇട്ടിട്ടുണ്ട്, ഹൃദയത്തിലുള്ള തീ കത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. യഹോവേ, ജെറമയ പറയുന്നതാണ് 7-ാം വാക്യത്തിന് ഇങ്ങനെയാണ്, യഹോവേ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു, നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു, ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു, എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. ഇതാണ് ജെറമയ പറയുന്നത്. ജെറമയക്ക് സങ്കടമുണ്ട്, കാരണം ദൈവവചനം കേൾക്കുവാൻ ആളുകളില്ല. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിനെ നിർബന്ധമായിട്ട് സമ്മതിപ്പിച്ചത് കൊണ്ടാണ് ചെയ്യുന്നത്. പല വിശ്വാസികളും പല പ്രവാചകന്മാരും ഇന്ന് ഭൂമിയിൽ നിന്ന് ഈ അന്ത്യകാലത്ത് ദൈവവചനം വിളിച്ചു പറയുന്നത് ദൈവത്തിൻ്റെ നിർബന്ധം കൊണ്ടാണ്. ഈ ദൈവത്തിന് വേണ്ടി നിന്നാൽ തീർത്തും തലമുറ മേൽ ഐശ്വര്യവും അനുഗ്രഹവും കൃപയും അവൻ ഇട്ടുതരും, സംശയമില്ല. അതിലൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുമ്പോൾ ഈ യാക്കോബ് റെസ്ലിംഗ് വിത്ത് ഗോഡ്. ദൈവത്തിന് യാക്കോബിനെ അനുഗ്രഹിക്കണമെന്ന് അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഹി വാസ് എ ചോസൺ പേഴ്സൺ. അതായത് അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്ന, ജെറമയെക്കുറിച്ച് അങ്ങനെ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. എൻ്റെ ഈ വചനം കേൾക്കുന്ന പലരോടും ഞാൻ പറയുക, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ മക്കളെ ദൈവം നേരിട്ട് കണ്ടവരാണ്. ദൈവം നിൻ്റെ മക്കളെയും നിൻ്റെ കൊച്ചുമക്കളെയും തലമുറയായിട്ട് കണ്ടവരാണ്. അവരുടെ മേൽ ക്രിസ്തുവിൻ്റെ രക്തം ചിഹ്നമായിട്ട് ഇട്ടതാണ്. ദൈവത്തിന് വേണ്ടി കത്തുന്ന വിളക്കുകളായിട്ട് അവർ മാറാൻ പ്രാർത്ഥിക്കണം. ഒരു തീ അവരുടെ അകത്ത്
തീ കത്തിച്ച് കൊടുക്കപ്പിച്ച വചനം എറിയുകയാണ്. ഈ വചനം വന്ന് കൊള്ളുമ്പോൾ ഏലിയാവിൻ്റെ പുതപ്പ് ഏലിശാവിൻ്റെ മേൽ വീണതുപോലെ നമ്മൾ അയക്കുന്ന തീയുടെ വചനം വന്ന് കൊണ്ടിട്ട് ഇരുട്ട് മാറിയിട്ട് തീ കത്തട്ടെ എന്ന് ആത്മാവിൽ പ്രവചിച്ച് ഞാൻ പറയുകയാണ്. ദൈവം നമ്മളെ അപ്പം യാക്കോബിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ യാക്കോബ് തൻ്റെ സ്വയപരിശ്രമം കൊണ്ട് 2 ഭാര്യയും കുറേ ആടുമാടുകളും എല്ലാവരും 10-11 മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കാലയളവിൽ യാക്കോബിന് തോന്നി ഇനിയും തിരിച്ചു മക്കളയാമെന്ന്. കാരണം സഹോദരന് ഏശാവിനോട് പണങ്ങി വന്നിരിക്കുന്നതല്ലേ. ഇനിയിപ്പോൾ എത്രയെല്ലാം അതായത് ഭൂമിയിൽ നേടേണ്ടതൊക്കെ നേടിയല്ലോ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ തിരിച്ചു വരുമ്പോൾ വഴിക്ക് വെച്ച് സകലതും കരയ്ക്ക് അപ്പുറത്ത് വിട്ടു കഴിഞ്ഞപ്പോൾ യാക്കോബ് തനിയായി ദൈവത്തോടെ മൽപ്പിടിക്കുന്നുണ്ട്. ദൈവത്തോട് മൽപ്പിടിക്കാൻ യോഗ്യനാണെന്ന് അവനെക്കുറിച്ച് ദൈവം നേരിട്ടുണ്ട്. അതേ ഒരു വിളി ഇന്ന് അനേക മക്കൾക്ക് വരികയാണ്. നിങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം നേടി ഉന്നത പദവിയിൽ ഇരുന്നാലും ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ വചനം വന്ന് കൊണ്ടിട്ട് നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. നീ ഇന്ന് രാത്രിയിൽ ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തം നടക്കും. ആ മൽപ്പിടുത്തത്തിൽ നിന്റെ ജാഗ്രതയുള്ള സ്വഭാവം കാണും. നിന്നിലിട്ടിരിക്കുന്ന ഹൃദയത്തിൽ തീ കത്താൻ പോവുകയാണ്. അപ്പോഴാണ് യാക്കോബ് വിളിച്ചു പറയുന്നത്. യാക്കോബും ദൈവവും കൂടെയുള്ള മൽപ്പിടുത്തം നമ്മൾ കാണണം. അത് രാത്രി മുഴുവനും നിന്ന് നമുക്കൊക്കെ ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് മൽപ്പിടുത്തിക്കാൻ കഴിവുള്ളവരല്ല. പക്ഷെ ഇവർ രാത്രി മുഴുവൻ മൽപ്പിടുത്തി പ്രഭാതമായപ്പോഴത്തേക്ക് എന്നെ വിടുകയെന്ന് ദൈവദൂതൻ പറയുമ്പോൾ, ദൈവം തന്നെയാണത് പറയുമ്പോൾ, ഇല്ല എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയാൻ ഉള്ള ശക്തി കൊടുത്തു. അങ്ങനെ അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ചതിനാൽ ദൈവം യാക്കോബിൻ്റെ പേര് മാറ്റിയിട്ട് ഇസ്രായേൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രഭു എന്നുള്ള പേരിട്ട് കൊടുത്തു. അതാണ് ഉള്ളിലുള്ള തീ കത്തുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ ഈ വചനം കേൾക്കുന്ന അനേകരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ തീയ നാളം പ്രഭുവായിട്ട് വന്ന് നമ്മളെ ദൈവത്തിൻ്റെ അവസ്ഥയിൽ, നമ്മുടെ അവസ്ഥ മാറ്റി നമ്മൾ ദൈവത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുക. അവൻ്റെ പുത്രനെന്നും അവൻ്റെ വലതുഭാഗത്തിരിക്കണമെന്നും അവൻ്റെ വചനം പറയണമെന്നും അവൻ്റെ വചനം നമ്മൾ പറയുമ്പോൾ സ്വർഗ്ഗത്തിരുന്ന് യേശു പറയണം, നോക്കിക്കേ അവളല്ലേ അവൻ എന്ത് മനോഹരമായിട്ടാണ് എത്ര തീയായിട്ട് എൻ്റെ കാര്യം പറയുന്നതെന്ന് നമ്മുടെ തലമുറകളെ കുറിച്ച് കാണുക. നമ്മുടെ സന്തതികളെ ദൈവത്തിനോട് സങ്കീർത്തനത്തിനകത്തുണ്ടല്ലോ 29 നമ്മുടെ പുത്രന്മാർ പുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുകയും, അങ്ങനെയാണ് ദൈവാത്മാവ് പറയുന്നത്. പലപ്പോഴും വചനം പറഞ്ഞു കഴിയുമ്പോൾ ഒരു പുതിയ ഒരു വാക്യം കൂടെ ദൈവം പറഞ്ഞു തരും. അതതിൻ്റെ ഉത്തരമാണ്. സങ്കീർത്തനം 29 ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, തരുന്ന പിച്ച യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. പിന്നല്ലേ യഹോവയുടെ ശബ്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മളോട് പറയുന്നത് നമ്മുടെ പുത്രന്മാരെ ദൈവത്തിന് കൊടുക്ക്, ഞാൻ കൊടുക്കുന്നു കർത്താവ്, ഞാൻ തരുന്നു കർത്താവ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നീ ഞങ്ങളുടെ ഉള്ളിലേക്ക് തീയിട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. കെടാത്ത തീയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആരെന്തെല്ലാം പറഞ്ഞാലും നീ പറയുന്നിടം വരെ ശ്വാസമുള്ളിടത്തോളം കാലം പറയാമെന്ന് ചിലരൊക്കെ ഇതോടുകൂടെ തീരുമാനം എടുക്കുകയാണ്. ദിനം പ്രതി 24 മണിക്കൂറിൽ എത്രയോ മണിക്കൂറുകൾ നിനക്ക് വേണ്ടി വിശ്വസ്തയോടെ തീയായിട്ട് നിന്ന് അനേകർക്ക് വെളിച്ചം കൊടുക്കേണ്ടിയ നമ്മൾ പലപ്പോഴും മടിയും അലസതയും പിശാചിൻ്റെ ചിന്തയ്ക്കും നുണയ്ക്കും അടിമയായിട്ട് കഴിയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വചനം വന്ന് പറയാണ്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു, ചുറ്റുപാടും കൂരിരുട്ട, എന്നാൽ നിന്റെ മേലോ എൻ്റെ വചനം അയച്ചിരിക്കുന്നു. അങ്ങനെ ദൈവം ഇന്ന് വചനം അയച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന ദൈവ പ്രവർത്തനങ്ങൾ പുറത്തോട്ട് കൊണ്ടുവന്ന് ഇരിക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ച്, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, കോണ്ടിനെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരാക്കി എടുക്കണമേ. എബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിന്നിടുകയും കുറുകയും ഈ തീയുമായിട്ട് നടക്കാൻ അനേക മക്കളെ ഒരുക്കിയെടുക്കണമേ. നാഥാ, അത് തലമുറകളുടെ മേൽ ഈ ലൈറ്റ്, ഈ വിളക്ക്, ഈ തീയ് പാസ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കാണുന്ന പിച്ച ഞങ്ങളുടെ പുത്രന്മാരെ നിനക്ക് സമർപ്പിക്കാൻ നീ പറയുന്നു. അതേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങൾക്കുള്ള സന്തതികളെ നിൻ്റേതായിട്ട് ഞങ്ങൾ സമർപ്പിച്ചു തരിക പിച്ച. തലമുറ നിൻ്റേതാണ് കർത്താവേ. നീ അവരെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ കണ്ട ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന പിച്ച. നീ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. നിൻ്റെ വിശ്വസ്തത എന്നും നിലനിൽക്കുന്ന പിച്ച. മാറ്റമില്ലാത്ത നിൻ്റെ വചനം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.